ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ കരുതിയത് ഈ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തുടനീളമുള്ള ഇടതുപക്ഷത്തിന് കരുത്ത് പകരുന്ന ഒരു വിധിയായി തീരും എന്നതാണ്. കാരണം എന്താണ്? കേരളം അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് തുടർഭരണത്തിനുള്ള വിധിയുണ്ടായി. കേരളത്തിൽ 5 വർഷം പൂർത്തീകരിച്ച് പിന്നെ തുടർഭരണത്തിന്റെ ജനവിധി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. 1957 EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഏറ്റവും നല്ല ഭരണമായിരുന്നല്ലോ. പക്ഷെ വിരുദ്ധന്മാരുടെ പ്രചാരണത്തിൽ ജനങ്ങളിൽ ഒരു വിഭാഗം കുടുങ്ങിപ്പോയതിന്റെ ഫലമായി 60-ൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തോൽവിയാനുണ്ടായത്. ആരൊക്കെ അന്നത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്? മഹാനായിട്ടുള്ള EMS. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച്, മാർക്സിസം ലെനിനിസത്തെ സംബന്ധിച്ച്, ആ മാർക്സിസം ലെനിനിസമാകുന്ന പ്രത്യയശാസ്ത്രം ഇന്ത്യയുടെ സവിശേഷമായ പരിതസ്ഥിതിയിൽ പ്രയോഗിക്കുന്നത് സംബന്ധിച്ച്, മുതലാളിത്ത വ്യവസ്ഥയുടെ ചട്ടക്കൂടിനകത്ത് ഒരു സംസ്ഥാനത്ത് ഭരണം കിട്ടിയാൽ എങ്ങനെ അതിനെ കമ്മ്യൂണിസ്റ്റുകാർ പ്രയോജനപ്പെടുത്തണം, എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നെല്ലാമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ള മഹാനായിട്ടുള്ള EMS ആയിരുന്നു 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നയിച്ചത്. EMS മാത്രമല്ല, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, KR ഗൗരിയമ്മയെ പോലുള്ള ആളുകൾ, C അച്യുതമേനോൻ, അതുപോലെ TV തോമസ്, അങ്ങനെ എത്രയെത്ര പ്രഗത്ഭന്മാർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം വടക്കേ മലബാറിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള സഖാവ് KP ഗോപാലൻ, ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരുന്നല്ലോ അന്നത്തെ മന്ത്രിമാർ. 2 വർഷമേ ഭരിച്ചുള്ളൂ. പക്ഷേ ആധുനിക കേരളത്തെ സമത്വസുന്ദരമായിട്ടൊരു നാടാക്കി മാറ്റാൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾക്ക് തുടക്കമിട്ടെന്നായിരുന്നു EMSന്റെ ആദ്യത്തെ ഗവൺമെന്റ്.